വാണിമേലിൽ യാത്രാ ദുരിതത്തിൽ പൊറുതിമുട്ടിയ നാട്ടുകാർ ഭൂമിവാതുക്കൽ പാക്കോയ് റോഡിൽ പായ വിരിച്ച് ഉപരോധ സമരം നടത്തി. 1.5 കിലോമീറ്റർ ഭൂമിവാതുക്കൽ പാക്കോയ് റോഡ് തകർന്നിട്ട് 6 വർഷം കഴിഞ്ഞിട്ടും ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം. സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര. നാട്ടുകാരെ പറ്റിച്ച അധികാരികളെ ഓർത്തോളൂ. റോഡിന് പൊതുമരാമത്ത് വകുപ്പ് 3.5 കോടി രൂപ അനുവദിച്ചെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. 8 മീറ്റർ വീതിയിൽ റോഡ് വികസനത്തിന് പൊന്നും വില ഭൂമിയാണ് നാട്ടുകാർ വിട്ടു നൽകിയത്. റോഡിൽ കുഴികൾ നിറഞ്ഞ് കാൽനട യാത്ര അടക്കം ദുസ്സഹമായിരിക്കുകയാണ്. ഓട്ടോ സർവീസാണ് പ്രധാന ആശ്രയം. റോഡ് തകർന്നതോടെ ഓട്ടം പോകാൻ ഓട്ടോകൾ മടിക്കുകയും യാത്രാക്കൂലിയും വർദ്ധിച്ചിരിക്കുകയാണ്. ആംബുലൻസുകൾ പോലും ഇതുവഴി യാത്ര ചെയ്യാൻ മടിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു 10-12 വർഷമായിട്ട് PWD ഏറ്റെടുത്തിട്ട് ഒരു വർക്കും നടക്കാതെ റോഡാണ്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ MLA-യോടും അതുപോലെ ബന്ധപ്പെട്ട ആളുകളോടും നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായി 2 വർഷം മുമ്പ് നാട്ടുകാരെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് അവിടെ പാക്കോയ് പ്രദേശത്ത് ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ MLA പറഞ്ഞു, ഇപ്പോൾ PWD 6 മീറ്റർ 7 മീറ്റർ റോഡൊന്നും ഏറ്റെടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ റോഡ് 8 മീറ്റർ വീതിയാക്കി തന്നാൽ നിങ്ങൾക്ക് അടുത്ത മാസം തന്നെ ഫണ്ട് അനുവദിച്ച് തരും. പിന്നെ അതുപോലെ വീതിയാക്കി നിങ്ങൾ തരണം എന്നാവശ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ പ്രവാസികളോടും അതുപോലെയുള്ള നാട്ടുകാരോടൊക്കെ പിരിവെടുത്ത് 5.5 ലക്ഷം രൂപ സ്വരൂപിച്ച് അത് JCB വെച്ച് ഓരോരുത്തരുടെ ഓരോ വീട്ടിലും കയറി ഇറങ്ങി റോഡിൻ്റെ അവസ്ഥ മനസ്സിലായതുകൊണ്ട് തന്നെ എല്ലാവരും റോഡിന് സ്ഥലം വിട്ടതാണ്. ആ റോഡ് വീതിയാക്കിയിട്ട് ഇപ്പോൾ 2 വർഷാവറായി. ഇതുവരെയും അത് ടെൻഡർ ആവുകയോ ബഡ്ജറ്റിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഗവൺമെൻറ്റിൽ ഫണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുവരെ ടെൻഡർ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ ഈ നാട്ടിലുള്ള ആളുകളൊക്കെ ഓട്ടോറിക്ഷയ്ക്ക് 30 രൂപ മിനിമം ചാർജ് കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരണമെങ്കിൽ നമ്മുടെ പ്രദേശത്തേക്ക് വരണമെങ്കിൽ 100 രൂപയാണ് ഓട്ടോക്ക് ചാർജ് വാങ്ങുന്നത്. അതുപോലെ ഒരു ആംബുലൻസ് വരുന്നില്ല. പിന്നെ ഇതിലെ ബൈക്കിൽ പോയ 3 ആളുകളോളം വീണിട്ട് കാലിൽ പ്ലാസ്റ്ററിട്ട് കിടന്നിട്ടാണ്. അപ്പോൾ നാട്ടുകാർ വളരെ ബുദ്ധിമുട്ടിലാണ്. ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുറച്ച് ചെറുപ്പക്കാർ ഇന്ന് സൂചനാ പണിമുടക്കുന്ന നിലക്ക് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അടുത്ത വരും ദിവസങ്ങളിൽ പിന്നെ PWD ഓഫീസിലേക്കും അതുപോലെ വാണിമേൽ മെയിൻ റോഡൊക്കെ ബ്ലോക്കാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ജനകീയ സമരം ഇനി ഉണ്ടാകുന്നത് സൂചനാ സമരമാണ്. റോഡ് ഉപരോധിച്ച കർമ്മസമിതി പ്രവർത്തകരെ വളയം പോലീസ് സ്ഥലത്തെത്തി അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അധികാരികളെ ഓർത്തോളൂ. സമരത്തിന് M. നാസർ, നൌഷിക്ക്, ഉസ്മാൻ, ആഷിഖ്, മുഹമ്മദ്, അജ്നാസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര.